നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശക്തമായ മഴയിൽ അളഗപ്പ നഗർ എരിപ്പോടിൽ വീട് തകർന്നു വീണു. വെള്ളാന്തറ ശശിയുടെ ഓടിട്ട വീടാണ് തകർന്നത്. വേലൂരിൽ ജ്വല്ലറിയിൽ മോഷണം. വേലൂർ മേക്കാട്ടുകുളം വീട്ടിൽ ഫ്രാൻസിയുടെ ജ്വല്ലറിയിലാണ് ഇന്നലെ രാത്രി മോഷണം നടന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വനിതാ ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങൾ വേറിട്ട കാഴ്ചയാകുന്നു. നന്ദിക്കര GVHS സ്കൂളിൽ പഞ്ചായത്ത് കളിക്കളം പദ്ധതിക്ക് തുടക്കം. ഓണം എത്തിയതോടെ മാള പൂപ്പത്തിയിലെ പപ്പട നിർമ്മാണ കേന്ദ്രങ്ങളിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ. കൊല്ലപ്പെട്ട KK ഭാസ്കരന്റെ 39ാം രക്തസാക്ഷി ദിനം പഴമ്പിള്ളിയിൽ KK ഭാസ്കരൻ സ്മൃതി മണ്ഡപത്തിൽ ആചരിച്ചു. വിശദമായ വാർത്തയിലേക്ക്. ശക്തമായ മഴയിൽ അളഗപ്പ നഗർ എരിപ്പോടിൽ വീട് തകർന്നു വീണു. വെള്ളാന്തറ ശശിയുടെ ഓടിട്ട വീടാണ് തകർന്നത്. വീട്ടുകാർ പരിക്കേൽക്കാതെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. ശശിയും ഭാര്യയും മകനും വീടിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിലും ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങിയതിനാൽ അപകടമൊഴിവായി. മേൽക്കൂര പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ചുമരുകൾക്ക് വിള്ളൽ അനുഭവപ്പെട്ടു. വാർഡ് മെമ്പർ ദിനിൽ പാലപ്പറമ്പിൽ സ്ഥലത്തെത്തി വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. വേലൂരിൽ ജ്വല്ലറിയിൽ മോഷണം. വേലൂർ മേക്കാട്ടുകുളം വീട്ടിൽ ഫ്രാൻസിയുടെ ഉടമസ്ഥതയിലുള്ള ജോസൻസ് ഫാഷൻ ജ്വല്ലറിയിലാണ് ഇന്നലെ രാത്രി മോഷണം നടന്നത്. സ്വർണ്ണാഭരണം എടുക്കുവാൻ എന്ന വ്യാജേന മാസ്ക് ധരിച്ചെത്തിയ അജ്ഞാതനായ യുവാവ് 3 പവന്റെ താലിമാല ആവശ്യപ്പെടുകയും മാല നൽകിയപ്പോൾ അത് കഴുത്തിലിട്ട് ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങി ഓടുകയുമായിരുന്നു. ജ്വല്ലറി ഉടമ പുറകിൽ ഓടിയെങ്കിലും മോഷ്ടാവ് കുറച്ചകലെ നിർത്തിയിരുന്ന മറ്റൊരാളുടെ ബൈക്കിന് പുറകിൽ കയറി രക്ഷപ്പെട്ടു. എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വനിതാ ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി മറ്റത്തൂർ ഫോട്ടോ മ്യൂസ് ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ഫോട്ടോ പ്രദർശനം വേറിട്ട കാഴ്ചയാകുന്നു. ഛായാഗ്രഹണ കലയെ ഗൗരവതരവും വ്യത്യസ്തവുമായ കോണുകളിലൂടെ നോക്കിക്കാണുന്ന പെൺമനസ്സുകളാണ് പ്രദർശനത്തിൽ നിഴലിടുന്നത്. പ്രകൃതിയുടെ വൈവിധ്യമാർന്ന ഭാവതലങ്ങളെ സൂക്ഷ്മതയോടെ ഒപ്പിയെടുത്ത ചിത്രങ്ങൾക്കൊപ്പം അമൂർത്തവും വന്യവുമായ കാഴ്ചകളും പ്രദർശനത്തിലുണ്ട്. നിത്യജീവിതത്തിലെ കാഴ്ചകൾക്ക് വേറിട്ട ചിത്രഭാഷ്യം പകരുന്നവയും പ്രദർശനത്തിൽ കാണാനാവും. അറിയപ്പെടുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ C. സുരേഷ് ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 17 വനിതാ ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. ഛായാഗ്രഹണ വൈദഗ്ധ്യത്തിനൊപ്പം ലിംഗ സാമൂഹ്യ സമത്വ സന്ദേശവും ഉൾക്കൊള്ളുന്ന 38 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. വിവിധ ഭാഗങ്ങളിലുള്ള വനിതാ ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങൾ സമാഹരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ഫോട്ടോഗ്രാഫർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലാണ് പ്രദർശനത്തിന്റെ ക്യൂറേറ്റർ. ഞായറാഴ്ച പ്രദർശനം സമാപിക്കും. നന്ദിക്കര GVHS സ്കൂളിൽ പഞ്ചായത്ത് കളിക്കളം പദ്ധതിക്ക് തുടക്കം. കായിക മേഖലയുടെ ജനകീയവൽക്കരണം ലക്ഷ്യമിട്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. അതിനുള്ള ഒരു സ്വപ്ന പദ്ധതിയാണ് ഒരു പഞ്ചായത്തിന് ഒരു കളിക്കളമെന്ന് സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി V. അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ നന്ദിക്കര GVHS സ്കൂളിലെ കളിസ്ഥലത്തിന്റെ വികസന നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും പുതുക്കാട് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും ഉൾപ്പെടുത്തി 1 കോടി രൂപ വിനിയോഗിച്ചാണ് നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കളിസ്ഥലത്തിന്റെ വികസനം നടത്തുന്നത്. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ മുഖ്യാതിഥിയായി. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷറഫ് പദ്ധതി വിശദീകരണം നടത്തി. ഓണം എത്തിയതോടെ മാള പൂപ്പത്തിയിലെ പപ്പട നിർമ്മാണ കേന്ദ്രങ്ങളിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ. വെളിച്ചെണ്ണ വില ഉയർന്നതോടെ കിതച്ചുനിന്ന പപ്പട നിർമ്മാണ മേഖല ഓണം അടുത്തതോടെ കുതിപ്പിലാണ്. വെളിച്ചെണ്ണ വില അതിവേഗം കയറിയതോടെ മാസങ്ങളായി പപ്പട നിർമ്മാണവും കച്ചവടവും മോശം അവസ്ഥയിലായിരുന്നു.
കച്ചവടം കുറഞ്ഞതോടെ നിർമ്മാണവും കുറച്ചു. പല കേന്ദ്രങ്ങളിലും ആഴ്ചയിൽ 1-2 ദിവസം മാത്രമാണ് പപ്പടം ഉണ്ടാക്കിയിരുന്നത്. ഓണം അടുത്തതോടെ വീണ്ടും സജീവമായിരിക്കുകയാണ് ഈ മേഖല. മാളയിലെ പ്രധാന പപ്പട നിർമ്മാണ കേന്ദ്രമാണ് പൂപ്പത്തി. യന്ത്രം ഉപയോഗിച്ച് വൻതോതിൽ പപ്പടം ഉണ്ടാക്കാനുള്ള സൗകര്യവും പൂപ്പത്തിയിലുണ്ട്. സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിലാണ് ഇവിടുത്തെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഓണസദ്യയുടെ ദിവസങ്ങളായതോടെ പപ്പടത്തിന് ആവശ്യക്കാർ ഏറിയിട്ടുണ്ട്. 4 വർഷമായി പപ്പടത്തിന്റെ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയിൽ കാര്യമായ മാറ്റമില്ലാത്തതിനാലാണ് പപ്പട മേഖല പിടിച്ചു നിൽക്കുന്നത്. കൊല്ലപ്പെട്ട സഖാവ് കെ ഭാസ്കരന്റെ 39ാം രക്തസാക്ഷി ദിനം പഴമ്പിള്ളിയിൽ കെ ഭാസ്കരൻ സ്മൃതി മണ്ഡപത്തിൽ ആചരിച്ചു. CPIM കൊടകര ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഖാവ് PK ശിവരാമൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പതാക ഉയർത്തി. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PR പ്രസാദൻ, KC ജെയിംസ്, CM ബബീഷ് എന്നിവർ സംസാരിച്ചു. പഴമ്പിള്ളി ഗ്രൗണ്ട് ബ്രാഞ്ച് സെക്രട്ടറി VL ജോണി സ്വാഗതം പറഞ്ഞു. പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അൻവർ സാദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് അംഗവും പഞ്ചായത്ത് മെമ്പറുമായ ദിവ്യ ഷാജു നന്ദി പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 65 രൂപ കൂടി ഗ്രാമിന് 9470 രൂപ, പവന് 75,760 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ മഴയിൽ അളഗപ്പ നഗർ എരിപ്പോടിൽ വീട് തകർന്നു വീണു. വെള്ളാന്തറ ശശിയുടെ ഓടിട്ട വീടാണ് തകർന്നത്. വേലൂരിൽ ജ്വല്ലറിയിൽ മോഷണം. വേലൂർ മേക്കാട്ടുകുളം വീട്ടിൽ ഫ്രാൻസിയുടെ ജ്വല്ലറിയിലാണ് ഇന്നലെ രാത്രി മോഷണം നടന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വനിതാ ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങൾ വേറിട്ട കാഴ്ചയാകുന്നു. നന്ദിക്കര GVHS സ്കൂളിൽ പഞ്ചായത്ത് കളിക്കളം പദ്ധതിക്ക് തുടക്കം. ഓണം എത്തിയതോടെ മാള പൂപ്പത്തിയിലെ പപ്പട നിർമ്മാണ കേന്ദ്രങ്ങളിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ. കൊല്ലപ്പെട്ട കെ ഭാസ്കരന്റെ 39ാം രക്തസാക്ഷി ദിനം പഴമ്പിള്ളിയിൽ കെ ഭാസ്കരൻ സ്മൃതി മണ്ഡപത്തിൽ ആചരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.